നമസ്കാരം. തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ റോയും SFI പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവ്. സിവിൽ പോലീസ് ഓഫീസർ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത നടപടിയിൽ തെറ്റില്ലെന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ ഷോപ്പിംഗ് മാളിൽ വെച്ച് AR ക്യാമ്പിലെ CPO ആയ മിഥുൻ റോയും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ന്യൂഇയർ ദിനത്തിൽ ശംഖുമുഖത്ത് വെച്ച SFI പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മാളിലെ സംഘർഷത്തിന് കാരണമായത്. സംഭവത്തിൽ മിഥുൻ റോയ്ക്കും ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ സ്ത്രീക്കുമെതിരെ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നു. എന്നാൽ സംഘർഷത്തിന് തുടക്കമിട്ട SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന ആക്ഷേപം ശക്തമായി. മിഥുൻ ഇടിവള ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ നേരിട്ട് ഗൗരവകരമാണെന്നാണ് പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ SFI പ്രവർത്തകർ മാളിൽ വെച്ച് മിഥുനെ പിന്തുടർന്ന് പ്രകോപിപ്പിക്കുന്നത് കാണാം. ഇതിനെ പ്രതിരോധിക്കുവാൻ മിഥുൻ കൈവശമുണ്ടായിരുന്ന ഇടിവള ഉപയോഗിക്കുകയായിരുന്നു. ഡ്യൂട്ടിക്കിടയിലെ നടപടിയുടെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിയമപരമായി നിലനിൽക്കുമെന്നാണ് ACPയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് തന്നെ നൽകിയ ഈ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കായിരിക്കും വഴിവെക്കുക. ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഈ റിപ്പോർട്ടിനെതിരെ അതൃപ്തി പുകയുന്നു. SFI പ്രവർത്തകർക്കെതിരായ നിയമ നടപടികളിൽ പോലീസ് ഇനിയും മയപ്പെട്ട നിലപാട് തുടരുമെന്നതാണ് കണ്ടറിയേണ്ടത്. സഹോദരിക്കൊപ്പമാണ് മിഥുൻ മാളിലെത്തിയിരുന്നത്. മിഥുന്റെ പരാതിയിൽ ഡിവൈഎഫ്ഐക്കാരായ രേവന്ത്, സജിത് എന്നിവരടക്കം 4 പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ തനിക്കെതിരെ കമ്മീഷണർക്ക് നൽകിയ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മിഥുനാണ് മർദ്ദിച്ചതെന്ന് പ്രവർത്തകരും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പേട്ട പോലീസ് മിഥുനെതിരെയും കേസെടുത്തത്. പോലീസുകാരനായ മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് എന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പോലീസുകാരൻ ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു FIR എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു സംഘം അക്രമികൾ ചേർന്ന് ആക്രമിക്കുവാൻ വരുമ്പോൾ പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് എങ്ങനെ ജാമ്യമില്ലാ കുറ്റമാകുമെന്നാണ് ഉയർന്ന ചോദ്യം. മിഥുൻ റോയെ മർദ്ദിക്കുവാനെത്തിയത് SFIക്കാരാണ്. ഇതിനിടെ വലിയ പ്രകോപനമുണ്ടാക്കി. ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കുകയായിരുന്നു പോലീസുകാരൻ. ഇതിനിടെ ഇടിവള ഉപയോഗിച്ചാൽ അതെങ്ങനെ ജാമ്യമില്ലാ കുറ്റമാകും? സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ മിഥുൻ നടത്തിയ ശ്രമമായിരുന്നു ഇത്. ഇതിനൊപ്പം മിഥുനൊപ്പം ഉണ്ടായിരുന്ന യുവതി ചേട്ട അവന്മാരെ കൊല്ലി എന്ന് ആക്രോശിച്ചതായുമുണ്ട്. എന്നാൽ ഇത് ദൃശ്യതെളിവുകളായി പുറത്തു വന്നിട്ടില്ല. ഇവിടെ ആ യുവതിയെ കേസിൽ പ്രതി ചേർക്കാൻ ബോധപൂർവ്വ ശ്രമമുണ്ടായതായി പറയുന്നു. കേസിൽ പിടിയിലായ 2 SFI പ്രവർത്തകർക്കും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ജാമ്യം ലഭിച്ചു. വിനയ് പ്രകാശ്, സുർജിത് എന്നിവർക്കായിരുന്നു ജാമ്യം ലഭിച്ചത്. രാത്രി തന്നെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയായിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയത്. കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചു. എന്നാൽ ഈ ആക്രമണത്തെ പ്രതിരോധിച്ച പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ഇത് പോലീസിന് സംഭവിച്ച ഗുരുതര വീഴ്ചയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മാളിൽ വെച്ച് കുടുംബവുമായി എത്തിയ പോലീസുകാരനായ മിഥുൻ റോയിയെയാണ് SFIക്കാർ ആക്രമിച്ചത്. SFIക്കാരുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലാണ് സേനയ്ക്കുള്ളിൽ വലിയ അമർഷമുണ്ടായത്. അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് മാത്രം. അറസ്റ്റിലായ വിനയ് പ്രകാശ്, സുർജിത് എന്നിവർക്കാണ് രാത്രി തന്നെ വൈകി ജാമ്യം ലഭിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതറിഞ്ഞ് SFI പ്രവർത്തകർ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ സംഘടിച്ചു. പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് ഒഴിവാക്കുകയായിരുന്നു. രാത്രി 11 മണിയോടെയാണ് ഇരുവരെയും വഞ്ചിയൂരിലുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് പോലീസ് ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയത്. ഇതിനിടെ തുടർച്ചയായ അക്രമങ്ങളും പോലീസിന്റെ സമീപനവും കാരണം താൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് മാളിൽ SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ മിഥുൻ റോയി പറയുന്നു. മാളിൽ SFI പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയി ആണെന്ന് ജില്ലാ സെക്രട്ടറി MN നന്ദൻ പറയുന്നു. എന്നാൽ ഇത് മാസങ്ങൾക്ക് മുൻപാണ്. ഇതിന്റെ പ്രതികാരമാണ് തീർത്തതെന്ന് SFIയും സമ്മതിക്കുന്നു. 2023 ഓഗസ്റ്റിൽ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹെൽമറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട DYFI നേതാവ് ഉൾപ്പെട്ട തർക്കം മുതൽ മിഥുൻ റോയ് നോട്ടപ്പുള്ളിയായിരുന്നു. ഇക്കൊല്ലം പുതുവർഷാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും വിവാദമായി. മിഥുൻ റോയ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ പേട്ട ഭാഗത്തേക്ക് പോകുന്നത് കണ്ട SFIക്കാർ പിന്നാലെ കൂടിയത് ഈ വൈരാഗ്യം വെച്ചാണ്. ഇത് ഇനിയും തുടരുവാനാണ് സാധ്യതയെന്നാണ് പറയപ്പെടുന്നത്. മാളിൽ SFI പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയിയാണെന്ന് ജില്ലാ സെക്രട്ടറി MN നന്ദൻ പറയുന്നു. പുതുവത്സരാഘോഷത്തിനിടെ മിഥുൻ പ്രവർത്തകരെ കാരണമൊന്നുമില്ലാതെയാണ് മർദ്ദിച്ചത്. പിന്തുടർന്ന് ആക്രമിക്കുന്നത് സംഘടനയുടെ ശൈലിയല്ല. എവിടെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ്. വർഷങ്ങളായി പിന്തുടർന്ന് ആക്രമിക്കുന്നുവെന്ന മിഥുന്റെ ആരോപണം ശരിയല്ല എന്നും നന്ദൻ പറയുന്നു.
ശംഖുമുഖത്തെ സംഭവത്തിന് ശേഷം നാക്കിൽ ശസ്ത്രക്രിയയായതിനാൽ അവധിയിലായിരുന്നു. ഏതാനും ദിവസം മുൻപ് തിരികെ പ്രവേശിച്ചു. വീണ്ടും 2 ദിവസത്തേക്ക് അവധിയെടുത്തു. ഇതിനിടെയാണ് മാളിലെത്തിയത്. ബന്ധുവായ സ്ത്രീ ഒപ്പം വന്നതല്ല, മാളിൽ വെച്ചു കണ്ടതാണ്. കേസ് വന്നതോടെ അവരും കുടുംബവും മനോവിഷമത്തിലാണെന്ന് മിഥുൻ പറയുന്നുണ്ട്. എന്നാൽ മിഥുൻ റോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി SFI രംഗത്ത് വന്നു. SI റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ പരാതി പിൻവലിക്കണമെന്ന് മിഥുൻ റോയ് ആവശ്യപ്പെട്ടു. പരാതി പിൻവലിച്ചാൽ 2 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. തകർത്ത ഫോൺ ശരിയാക്കി തരാമെന്നും പറഞ്ഞു. കനകക്കുന്നിലെ പരിപാടിയിൽ വെച്ച് ഇതിനെപ്പറ്റി നേരിട്ട് സംസാരിച്ചുവെന്നും SFI മണക്കാട് ലോക്കൽ പ്രസിഡന്റ് ആദർശ് BS പറയുന്നുണ്ട്. പരാതി പിൻവലിക്കാത്തതിനാൽ നേരിട്ട് കണ്ടപ്പോൾ കോളറിൽ കുത്തിപ്പിടിക്കുകയും ലഹരിക്കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പരാതി നൽകിയിട്ടും മിഥുനെതിരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും SFI പ്രവർത്തകർ അറിയിച്ചു. അതേസമയം 1.67 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സമീപിച്ചുവെന്നാണ് മിഥുന്റെ വാദം. തിരുവനന്തപുരം മാളിൽ വെച്ചൊരു പോലീസുകാരനെ SFI പ്രവർത്തകർ കൈകാര്യം ചെയ്ത വാർത്ത കേട്ട ജനാധിപത്യം പ്രസംഗിക്കാൻ വരുന്നവർ ഒരു നിമിഷം പുറകോട്ട് നോക്കണം. ചരിത്രം മറന്നുപോകുന്നവർക്ക് വേണ്ടിയാണ് ഒരു കുറിപ്പ്. ഓർമ്മയുണ്ടോ ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ പൊതുപരിപാടിയിൽ വോളണ്ടിയർമാരായി നിന്ന പാവപ്പെട്ട കോളേജ് വിദ്യാർത്ഥികളെ ലാത്തികൊണ്ട് ആഞ്ഞാഞ്ഞ് തലക്കടിച്ചു വീഴ്ത്തിയ ആ പോലീസുകാരനെ, അന്ന് ആ പിള്ളേർ അനുഭവിച്ച വേദനയും അവരുടെ വീട്ടുകാരുടെ കണ്ണീരും കണ്ടപ്പോൾ എവിടെയായിരുന്നു ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ? അന്ന് ലാത്തിയും അധികാരവും കയ്യിലുണ്ടെന്ന ഹുങ്കിൽ ഒരു ക്രിമിനലിനെ പോലെ പെരുമാറിയ മിഥുൻ റോയ് എന്ന ഉദ്യോഗസ്ഥന് കാലം കാത്തുവച്ച മറുപടിയാണിത്. ഇത് ആഭ്യന്തര വകുപ്പിനോടുള്ള വെല്ലുവിളിയല്ല. സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പോലീസിന് ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തം മറന്ന് യൂണിഫോമിനുള്ളിൽ ക്രിമിനൽ ബുദ്ധി ഒളിപ്പിച്ചു വെച്ച് പിള്ളേരുടെ ചോര കുടിക്കാൻ ഇറങ്ങുന്നവർ ഒന്ന് മനസ്സിലാക്കുക. SFI അടിവാങ്ങി ശീലിച്ച പ്രസ്ഥാനമല്ല. അന്ന് ആ കുട്ടികളെ തല്ലിച്ചതച്ചപ്പോൾ ഉണ്ടായ അതേ അമർഷം തന്നെയാണ് ഇന്നും ഓരോ പ്രവർത്തകന്റെ ഉള്ളിലുള്ളത്. ആ പോലീസുകാരന് നേരെ ഉയർന്ന ഓരോ ചവിട്ടും അധികാര ദുർവിനിയോഗത്തോടുള്ള പ്രതിഷേധമാണ്. പോലീസുകാരൻ മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് വെറുതെയല്ല. അയാൾ ചെയ്ത ക്രൂരതയുടെ ആഴം അത്രമേൽ വലുതായിരുന്നു. പോലീസിനോട് ഒന്നേ പറയാനുള്ളൂ, ജനങ്ങളെ സേവിക്കാൻ വരുന്നവർക്ക് എല്ലാ ബഹുമാനവും സുരക്ഷയും ഈ നാട് നൽകും. എന്നാൽ സമാധാനപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് ഹീറോയാകുവാൻ നോക്കിയാൽ തിരിച്ചടി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇത് അരാജകത്വമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. SFI എന്നും തെരുവിലുണ്ടാകും, അടിച്ചവന്റെ കൈ തളരുന്നതുവരെ, അനീതിക്ക് അറുതി വരുന്നതുവരെ എന്നാണ് ആ കുറിപ്പ്. എന്തായാലും സഹപ്രവർത്തകനെതിരെയുള്ള വകുപ്പ് തല റിപ്പോർട്ടും പോലീസ് അസോസിയേഷന്റെ കടുത്ത പ്രതിഷേധവും നിലനിൽക്കെ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.